എന്ത് പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എനിക്ക് ഞാനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസിൽ ഉണ്ടെങ്കിൽ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളെയും അവർക്ക് നേരിടാൻ പറ്റും. അപ്പോൾ അതിഥിയുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അതിഥിയുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ലൈഫേ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന അതിഥി മുന്നോട്ട് നടക്കുന്നത് അവളെ തന്നെ ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ അതിൽ ഞാൻ ആ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിൽ നമ്മൾ കൊടുക്കുന്നില്ല, അതിഥിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നില്ല. അതിഥിയായിട്ട് തന്നെ അവളത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് നടക്കുന്നിടത്താണ് ആ ജേർണി കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഒരു ഡയറി കുറിപ്പൊക്കെ അങ്ങനെയാണല്ലോ, സ്വന്തമായിട്ട് തന്നെ സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഡയറി കുറിപ്പും. ആക്ച്വലി സെൽഫ് ലവ് ഒരു സെൽഫിഷ്നെസ് അല്ല എന്നുള്ളൊരു പ്രൂവ് ചെയ്തൊരു ബുക്ക് കൂടിയാണ്. അതെ, അപ്പോൾ ആ ബുക്ക് എഴുതി കഴിഞ്ഞ ശേഷമാണ് എനിക്കറിയില്ലായിരുന്നു ഇത്രയൊക്കെ ഇമ്പാക്റ്റ് ആളുകൾ അത് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഇതുവരെ സ്വയം സ്നേഹിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കും ഒരുപാട് ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അത് ചെയ്ത ശേഷം ലൈഫ് മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബോയ് ഫ്രണ്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ ബുക്ക് വാങ്ങിക്കുവാണ്. ഇവള് ബുക്ക് വായിച്ചിട്ട് ഇവർ ബ്രേക്കപ്പ് ആയി. എന്നിട്ട് ഈ പയ്യൻ എൻ്റെ അടുത്ത് പറയാ, അവള് പറഞ്ഞു ഞാൻ ടോക്സിക് ആണ്, അവളെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ലൈഫിൽ നിന്ന് മാറ്റണം, ഞാൻ ആദ്യം നിന്നെ മാറ്റുന്നു എന്ന് അവൾ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രണയങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ബ്രൈറ്റർ സൈഡാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സെൽഫ് ലവ് ഇസ് നോട്ട് സെൽഫിഷ്. നിങ്ങളെ സ്നേഹിക്കാത്തിടത്തോളം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കത്തോളം, ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം വേറൊരാളും അത് ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം ആളുകൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു.